ഹായ് എവ്രിവൺ. നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് മോണയിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ പല്ലിന്റെ ബാക്ക് സൈഡിൽ യെല്ലോ കളർ ഡെപ്പോസിറ്റ് ശ്രദ്ധിക്കാറുണ്ടോ? എന്നാൽ ഇത് മോണരോഗത്തിന്റെ ഇനീഷ്യൽ ലക്ഷണങ്ങളാണ്. എന്തിനാണ് നമ്മൾ പല്ല് ക്ലീൻ ചെയ്യേണ്ടത്? ക്ലീനിങ് എന്ന് വെച്ചാൽ ബ്രഷ് ചെയ്യുക എന്നല്ല. പ്രോപ്പറായി ഒരു ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അൾട്രാസോണിക് സ്കെയിലിംഗ് ചെയ്യണം. നമ്മുടെ പല്ലുകളിൽ പ്ലാക്ക്, കാൽക്കുലസ് പോലുള്ള ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. നോർമൽ ബ്രഷിങ്ങിലൂടെ അത് പോവുകയില്ല. യൂഷ്വലി വർഷത്തിൽ 2 തവണയെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയും 1 തവണയെങ്കിലും സ്കെയിലിംഗ് ചെയ്യണം. ഇത് ചെയ്തില്ല എങ്കിൽ ഈ ഡെപ്പോസിറ്റ്സ്, അതായത് കാൽക്കുലസ്, പ്ലാക്ക് എന്നിവ നമ്മുടെ പല്ലിൽ അടിഞ്ഞുകൂടി മോണരോഗം വരികയും ചെയ്യും. മോണരോഗം എന്ന് ഉദ്ദേശിക്കുന്നത് മോണയിൽ ഇൻഫ്ലമേഷൻ വരികയും അത് ഗം ലെവൽ താഴേക്ക് പോവുകയും പല്ലിന് ഇളക്കം സംഭവിക്കുകയും പിന്നീട് അത് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതായി വരുന്നു. പലപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്ന ചോദ്യമാണ്, ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇനാമൽ നഷ്ടമാകുമോ എന്നുള്ളത്. അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഇനാമൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും നഷ്ടമാവുന്നില്ല.